നമ്മളത് മുമ്പോട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ വളരെ ലേറ്റായിട്ടാണ് നിവിൻ വരുന്നത്. ശരിക്കും ലേറ്റായിട്ടാണ് നിവിൻ വരുന്നത്. അപ്പം നിവിൻ ഇത് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി ഞങ്ങൾക്ക് ഭയങ്കരമായ സംശയം ഉണ്ടായിരുന്നു. കാരണം നിവിനെ പോലെ ആക്ടറോട് അങ്ങനെ ഒരു ലാസ്റ്റ് മിനിറ്റ് അത് പോയി പറയുമ്പോൾ അതെന്തായി തീരും എന്നുള്ളത് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ മുൻപ് സിനിമ ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉപയോഗിച്ചാണ് ചെന്നത്. ഇതിപ്പോൾ ഞങ്ങൾ സംഗീതിനോടും ലിജോയോടും അഭിമന്യുവിനോടും ഒക്കെ കഥ പറയുമ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്ന ഫുൾ കഥയാണ്. പക്ഷെ നിവിനോട് ഞങ്ങൾ പ്രസന്റ് ചെയ്തത് ഫുൾ സ്ക്രീൻ പ്ലേ, 100% ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ്. അപ്പോൾ ഞങ്ങൾക്കൊരു 50% ആണ് വിചാരിച്ചത്. നിവിന് പ്രത്യേകിച്ച് ഈ ഒരു കുറച്ച് ഡിലേ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട്. പക്ഷെ നിവിൻ അത് ചെയ്യാമെന്ന് സമ്മതിക്കുകയാണ്. നിവിനൊന്ന് ചെയ്യാമെന്ന് സമ്മതിച്ചതിൻ്റെ ഒരു റീസൺ ഈ ലാസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചപ്പോൾ നിവിൻ പറഞ്ഞൊരു വാചകത്തിലായിരുന്നു ഇതിലുള്ളത്. ബിക്കോസ് ഐ എം എ ഫാദർ എന്നാണ്. ഞാനൊരു അച്ഛനായതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ സിനിമ ചെയ്തതെന്നാണ്. അപ്പോൾ അക്കാര്യത്തിൽ നിവിൻ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ട് ചെറുതല്ല. ഈ സിനിമയുടെ ഭാഗമാകണം എനിക്ക് എന്നുള്ള രീതിയിലാണ് നിവിൻ ഇതിലേക്ക് വരുന്നത്. അല്ല, അതായത് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന്റെ കഥയാണ് ഇതിന്റെ മെയിൻ താരം. അപ്പോൾ ആ കഥ കേട്ടപ്പോൾ ഇതിന്റെ ഭാഗമാവണല്ലോ എന്ന് എനിക്ക് തോന്നി. ഒറ്റ റീസണാണ്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കുട്ടികളുടെ കഥയാണ്. അതെനിക്കത് ഞാൻ വളരെ പേഴ്സണലായിട്ട് കാണുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ ഞാനൊരു അച്ഛനായതുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും അതിൻ്റെ റീസൺ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികളെ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ഇരിക്കുന്നതിനൊരു റീസൺ ഉണ്ട്. ആ റീസണാണ് ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി. അത് നിങ്ങൾക്ക് സിനിമ കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സ് കഴിയുമ്പോൾ മനസ്സിലാവും എന്താണ് ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു പറയപ്പെടേണ്ട സിനിമയാണ്. അതിൻ്റെ ഭാഗമാവാൻ എനിക്ക് തോന്നി. അപ്പം ഞാൻ യെസ് പറഞ്ഞു.